നാഷണൽ ഹെറാൾഡ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തിരിച്ചടി. ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ദില്ലി റൌസ് അവന്യൂ കോടതി ഇടപെടാൻ വിസമ്മതിച്ചു. സ്വകാര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി കുറ്റപത്രം നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞു. സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം. നടപടികൾ പൂർത്തിയാക്കി വീണ്ടും അന്വേഷണം നടത്താൻ നിർദ്ദേശമുണ്ട്. കോടതി നടപടി നെഹ്റു കുടുംബത്തിന് താൽക്കാലിക ആശ്വാസമാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. 2000 കോടിയുടെ തട്ടിപ്പെന്നായിരുന്നു കുറ്റപത്രത്തിൽ ആരോപണം. ഈ കുറ്റപത്രമാണ് പ്രത്യേക ഇഡി കോടതിയിൽ സമർപ്പിച്ചത്. ഏതെങ്കിലും എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലല്ല നിലവിൽ ഇഡി കേസെടുത്ത് കുറ്റപത്രം നൽകിയതെന്ന് കോടതി നിരീക്ഷിച്ചു. BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം. എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകൂ. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. നിലവിൽ നാഷണൽ ഹെറാൾഡ് കേസിലെ ഗൂഢാലോചനയിൽ ദില്ലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരാമെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. സാംബിത് റോണ്ട, ഓസ്കാർ ഫെർണാണ്ടസ്, മോത്തിലാൽ വോറ, സുമൻ ദുബായ് എന്നിവരാണ് മറ്റു പ്രതികൾ. യങ് ഇന്ത്യ കമ്പനി അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ 90 കോടിയിലധികം രൂപയുടെ കടം 50 ലക്ഷം രൂപയുടെ നാമമാത്ര തുകയ്ക്ക് ഏറ്റെടുത്തു എന്നാണ് കേസ്. കോടതി നടപടി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് താൽക്കാലിക ആശ്വാസമാണ്.